ശബരിമല സ്വർണ്ണ കവർച്ചാ കേസിൽ റിമാൻഡിൽ കഴിയുന്ന ഒന്നാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ മുരാരി ബാബുവിനെയും കോടതി പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ കസ്റ്റഡിയിൽ വിട്ടു. 2 ദിവസത്തെ കസ്റ്റഡിയിലാണ് വിട്ടത്. കേസിൽ ഉന്നതരുടെ പങ്ക് അടക്കം അന്വേഷിക്കാനാണ് പ്രതികളെ കസ്റ്റഡിയിൽ വാങ്ങുന്നത്. ശബരിമലയിലെ കട്ടളപ്പാളി കേസിലും ദ്വാരപാലക കേസിലും പ്രതിയാണ് മുരാരി ബാബു. എന്നാൽ ഉദ്യോഗസ്ഥനെന്ന നിലയിൽ ബോർഡിന്റെ തീരുമാനം അനുസരിക്കുക മാത്രമാണ് ചെയ്തതെന്നും സ്വർണ്ണ കവർച്ചയിൽ പങ്കില്ലെന്നുമാണ് മുരാരി ബാബുവിന്റെ വാദം. കേസിലെ മറ്റൊരു പ്രതിയായ മുൻ എക്സിക്യൂട്ടീവ് ഓഫീസർ സുധീഷ് കുമാറിന്റെ ജാമ്യാപേക്ഷയിൽ കോടതി വിധി ഇന്ന്. ശബരിമല സ്വർണ്ണ കവർച്ചാ കേസിൽ റിമാൻഡിൽ കഴിയുന്ന ഒന്നാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ മുരാരി ബാബുവിനെയും കോടതി പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ കസ്റ്റഡിയിൽ വിട്ടിട്ടുണ്ട്. 2 ദിവസത്തെ കസ്റ്റഡിയിലാണ് വിട്ടിരിക്കുന്നത്. കേസിൽ ഉന്നതരുടെ പങ്കടക്കം അന്വേഷിക്കാനാണ് പ്രതികളെ കസ്റ്റഡിയിൽ വാങ്ങുന്നത്. ശബരിമലയിലെ കട്ടളപ്പാളി കേസിലും ദ്വാരപാലക കേസിലും പ്രതിയാണ് മുരാരി ബാബു. എന്നാൽ ഉദ്യോഗസ്ഥർ എന്ന നിലയിൽ ബോർഡിന്റെ തീരുമാനം അനുസരിക്കുക മാത്രമാണ് താൻ ചെയ്തതെന്നും സ്വർണ്ണ കവർച്ചയിൽ പങ്കില്ലെന്നുമാണ് മുരാരി ബാബുവിന്റെ വാദം. കേസിലെ മറ്റൊരു പ്രതിയായ മുൻ എക്സിക്യൂട്ടീവ് ഓഫീസർ സുധീഷ് കുമാറിന്റെ ജാമ്യാപേക്ഷയിൽ കോടതി വിധി ഇന്നാണ്.